+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസൈൻമെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, അപ്പോൾ കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസൈൻമെൻറ്റിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു. പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻഡ് സെമസ്റ്ററിൽ ഫൈനൽ ഗ്രേഡ് എത്രയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ. കുറേ സ്റ്റുഡൻസിന് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിഗ്രിയുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്, ഫ്രീ ക്ലാസ് ആണ്, എമൗണ്ട് ഒന്നും വേണ്ട. നിങ്ങളുടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ സീറ്റ് എന്തായാലും കൺഫേം ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാമിനെ പോലെ തന്നെ നമുക്ക് അസൈൻമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് എക്സാം എന്ന് പറയുന്നത് സെമസ്റ്റർ വൈസ് എക്സാം ആയിരിക്കും, അതേപോലെ തന്നെയാണ് അസൈൻമെൻറ്റും. ഓക്കെ, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ തന്നെ അത് ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അസൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് വരുന്നത് സെമസ്റ്റർ വൈസ്, അതായത് 1 ഇയറിൽ 2 അസൈൻമെൻ്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പോൾ കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസൈൻമെൻറ്റിന് എത്ര മാർക്കാണ് വേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റിന് എത്ര മാർക്കാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് 5 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് അസൈൻമെൻറ്റ് പാസ് മാർക്ക് വരുന്നത്. ഓക്കെ, ഒന്ന് ഇൻറ്റേർണൽ ഇവാലുവേഷൻ, അതിൽ അസൈൻമെൻറ്റ് വരും, പ്രൊജക്റ്റും വരും കേട്ടോ. ഇൻറ്റേർണൽ ഇവാലുവേഷൻ, അസൈൻമെൻറ്റും പ്രൊജക്റ്റും വരുന്നതാണ്. അപ്പം നിങ്ങൾ ഓരോ കോഴ്സിനും നിങ്ങൾ മേടിക്കേണ്ടത് 30% മാർക്കാണ് കേട്ടോ. ഓക്കെ, ഫൈനൽ ഇവാലുവേഷനിൽ നിങ്ങൾ 30% മാർക്കാണ് നിങ്ങൾ മേടിക്കേണ്ടത്. അതായത് അസൈൻമെൻറ്റിനും പ്രൊജക്റ്റിനും എക്സെട്രാ വരുന്ന കാര്യങ്ങൾക്കും എല്ലാം നിങ്ങൾ 30% മാർക്കാണ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ മേടിക്കേണ്ടത് കേട്ടോ. പിന്നെ വരുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പിന്നെ വരുന്നത് നമുക്ക് 70%. 70% എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇവാലുവേഷൻ എൻഡ് സെമസ്റ്റർ എക്സാമിൽ നമുക്ക് വരുന്നത് 70% കേട്ടോ. അതായത് നിങ്ങൾക്ക് സെമസ്റ്ററിൽ ലാസ്റ്റ് വരുന്ന ഗ്രേഡ്, അതായത് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് മാർക്ക് എന്ന് പറയുന്നത് 70% നിങ്ങൾക്ക് മാർക്ക് വേണം. അതാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങളുടെ മാർക്കിലെല്ലാം കാൽക്കുലേഷൻ ചെയ്തിട്ട് 70% ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എൻ്റെ സെമസ്റ്ററിൽ 70% മാർക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം കേട്ടോ. അടുത്തതായിട്ടാണ് നമുക്ക് പാസിംഗ് റിക്വയർമെൻറ്റ്. അതായത് പാസിംഗ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സബ്ജക്റ്റിനും നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റ് നിങ്ങൾ എക്സ്റ്റേണൽ സബ്ജക്റ്റിന് പാസ് മാർക്ക് എന്ന് പറയുന്നത് 40%. ഓക്കെ, ഇൻറ്റേർണൽ എന്ന് പറയുന്നത് 30%. അതായത് നിങ്ങൾ റിട്ടേൺ മാർക്ക് 40% നിങ്ങൾക്ക് മാർക്ക് വേണം, എന്നാലേ നിങ്ങൾ പാസ്സാവുള്ളൂ. കുറഞ്ഞത് കേട്ടോ, കുറഞ്ഞ 40% മാർക്ക് വേണം. ഓക്കെ, ഇൻറ്റേർണൽ ആകുമ്പോൾ നിങ്ങൾക്കത് 30%, 30% നിങ്ങൾക്ക് വേണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. സിലബസ് ആയാലും എക്സാം ആയാലും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം. ഓക്കെ, അടുത്തതാണ് ഗ്രേഡ് ഇ. ഗ്രേഡ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്സാവാൻ, അതായത് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടേണ്ടത് കുറഞ്ഞത് ഇയോ അല്ലെങ്കിൽ ഇ ഗ്രേഡോ അല്ലെങ്കിൽ അതിൽ മുകളിൽ ഉള്ളവർക്ക് മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. മിനിമം നിങ്ങൾക്ക് ഇ ഗ്രേഡ് എങ്കിലും കിട്ടണം, എന്നാലേ നിങ്ങൾക്ക് അടുത്തതായിട്ട് എലിജിബിലിറ്റി ഫോർ ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കുറഞ്ഞത് ഇ ഗ്രേഡെങ്കിലും കിട്ടിയാലേ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഫോർ ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് പറ്റുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് സാധിക്കുള്ളൂ.
ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാം, അത് വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾക്ക്. ഓക്കെ, മലയാളത്തിൽ എക്സാം എഴുതാം. മലയാളത്തിൽ എക്സാം ആണെന്ന് വിചാരിച്ചിട്ട് ടഫ് ഒന്നും ആയിരിക്കില്ല. സിമ്പിളായിട്ട് നമുക്ക് സിലബസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PSC ഒക്കെ ഫോക്കസ്ഡ് ആക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, PSC ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. മിനിമം നിങ്ങൾക്ക് ഗ്രേഡ് എന്ന് പറയുന്നത് എങ്കിലും വേണം. അതായത് ഓവറോൾ മാർക്ക് എന്ന് പറയുന്നത് 40%. നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ഒക്കെ വരുമ്പോൾ 40% നിങ്ങൾ പാസ് മാർക്ക് വേണം കേട്ടോ. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പാസ്സാവാൻ മിനിമം, അസൈൻമെൻറ്റ് പാസ്സാവാൻ മിനിമം നിങ്ങൾക്ക് 40% നിങ്ങൾക്ക് മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ ഗ്രേഡ് കൂടെ കിട്ടണം നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ നിങ്ങൾക്ക് എലിജിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ പാസിംഗ് മാർക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ അറിയാത്ത സ്റ്റുഡൻസിന് നമ്മുടെ ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഡിഗ്രിയുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം. നിങ്ങൾ മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.